മൊബൈൽ പിശാച് കർത്താവേ, അതിൽ നിന്ന് എന്നെ ഞാൻ മോചിപ്പിക്കണമേ. മൊബൈൽ നല്ലതാണ്, വീഡിയോ കാണാൻ, ഇൻഫർമേഷൻസ് അയക്കാൻ, പല വിധത്തിലുള്ള 100 ഗുണങ്ങൾ മൊബൈലിൽ നിന്ന് നമുക്കുണ്ട്. പക്ഷേ അത് പിശാച് പിടിച്ചു കഴിഞ്ഞാൽ പിശാച് അതിനെ തിന്മയിലേക്ക് നയിക്കും. ചീത്തപ്പടങ്ങൾ കാണാനായിട്ട്, പണം നഷ്ടപ്പെടുത്താനായിട്ട്, കടം മേടിക്കാനായിട്ട്, അതുപോലെ തന്നെ ചാറ്റിങ്, പ്രേമബന്ധങ്ങൾക്ക്, ലൈംഗിക വൈകൃതങ്ങൾക്ക്, പിന്നെ ലൈംഗിക തെറ്റുകളിലേക്ക് വീഴാനായിട്ട്, പ്രേമബന്ധങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ 100 തിന്മയിലേക്ക് പോയി പൈശാചിക ബന്ധനത്തിൽപ്പെടുത്ത് മാറ്റാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന മക്കളെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഇവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ മൊബൈലിൻ്റെ പിടിയിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. രാത്രി മുഴുവൻ ഗെയിം കളിച്ച് പഠിക്കാതിരിക്കുന്ന മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഗെയിമിലേക്ക് പോകുന്ന മക്കൾ, വികലമായ തരങ്ങളിലേക്ക് പോകുന്ന മക്കൾ, മൊബൈല് ക്രമീകരിച്ച് ഉപയോഗിക്കാനുള്ള കൃപാവരയൊക്കെ നൽകണമേ. ഇതിൻ്റെ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. കർത്താവെ, ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. മൊബൈൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ, തമാശയ്ക്ക് വേണ്ടിയും രസത്തിന് വേണ്ടിയും എന്നതിനേക്കാളായിട്ട് കൂടുതലായിട്ട് നന്മ ചെയ്യാനായിട്ട് ഈ മൊബൈലിലൂടെ കർത്താവെ ഈ മകനെ രക്ഷിക്കണമേ, ശക്തിപ്പെടുത്തണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും കർത്താവ് നിന്നിൽ മോചിപ്പിക്കട്ടെ. മൊബൈൽ രോഗത്തിൽ നിന്നെ മോചിപ്പിക്കട്ടെ. മൊബൈലിൻ്റെ വികലമായ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ബന്ധിക്കട്ടെ. കർത്താവ് എനിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഈ മകൻ്റെ എല്ലാവിധ ബന്ധനത്തിൽ നിന്നും, പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ദുരുപയോഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.